പ്രിയമുള്ളവരെ, നമസ്കാരം. നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ എഴുതിയ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ദിവസേന കാണാറുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. സ്വന്തം ഭാഗത്തെ ഹിമാലയത്തോളം പോന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും വളരെ സൗകര്യപൂർവ്വം മറച്ചു വെക്കുകയും എന്നാൽ മറ്റുള്ളവരുടെ ചെറിയ വീഴ്ചകളെ പോലും ഭൂതക്കണ്ണാടിയിലൂടെ നോക്കി ആഗോള ദുരന്തമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർ. നീ സ്വന്തം കണ്ണിലെ തടി കാണാതെ സഹോദരന്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുന്നത് എന്തുകൊണ്ട് എന്ന ഈ പ്രശസ്തമായ വചനം ഇന്നും എത്ര പ്രസക്തമാണ്. ഈ ഒരു മനോഭാവം വെറുമൊരു സ്വഭാവദൂഷ്യമല്ല, മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു മാനസിക സാമൂഹിക അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് അല്പം വിശദമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മോട് ഒരു നീതിയും മറ്റുള്ളവരോട് മറ്റൊരു നീതിയും ഉള്ള അവസ്ഥയാണിത്. സ്വന്തം തെറ്റുകൾക്ക് പിന്നിൽ എപ്പോഴും നമുക്ക് ന്യായീകരിക്കാൻ 100 കാരണങ്ങൾ കാണും. സാഹചര്യം കൊണ്ടാണ്, വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം മനസാക്ഷിയെ അവർ സുഖിപ്പിക്കും. എന്നാൽ ഇതേ തെറ്റ് മറ്റൊരാൾ ചെയ്താൽ നമ്മൾ കഠിനഹൃദയരായ ജഡ്ജിമാരായി മാറും. അവിടെ സാഹചര്യങ്ങളോ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളോ നമ്മൾ പരിഗണിക്കാറേയില്ല. നമ്മൾ ഒരു ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചാൽ അത് വളരെ അർജന്റ് ആയതുകൊണ്ട് സംഭവിച്ചതാണ്. എന്നാൽ മറ്റൊരാൾ അത് ചെയ്താൽ അവൻ നിയമം ബഹുമാനിക്കാത്ത ക്രിമിനലാണ് എന്ന രീതിയിലാണ് പലരുടെയും ചിന്താഗതി മുന്നോട്ടു പോകുന്നത്. സ്വന്തം പോരായ്മകളെ അഭിമുഖീകരിക്കാനുള്ള ഭയം കൊണ്ട് അവ ബോധപൂർവം മറ്റുള്ളവരിലേക്ക് ചാരുക എന്നതാണ് ഇതിന്റെ രീതി. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ തങ്ങൾ അവരെക്കാൾ ഒരു പടി മുകളിലാണെന്ന വ്യാജമായ ഒരു ആത്മവിശ്വാസം ഇവർക്ക് ലഭിക്കുന്നു. സ്വന്തം കണ്ണിലെ തടി ആരും കാണാതിരിക്കാൻ മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി കാണിച്ച് ബഹളമുണ്ടാക്കുക എന്നത് ഇവരുടെ ഒരു സ്ഥിരം തന്ത്രമാണ്. ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ ഇടങ്ങൾ ഇത്തരം ആളുകളുടെ പ്രധാന താവളങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു വിഷയത്തിന്റെ പൂർണ്ണ രൂപം അറിയാതെ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കും വീഴ്ചകളിലേക്കും വിരൽ ചൂണ്ടി പോസ്റ്റുകളും കമന്റുകളും ഇടുന്നവർ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സത്യത്തിൽ പതറിപ്പോകും. ഓൺലൈനിൽ വലിയ സദാചാര പ്രസംഗങ്ങൾ നടത്തുന്ന പലരും യഥാർത്ഥ ജീവിതത്തിൽ അതിന്റെ നേർ വിപരീതമായിരിക്കും പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഇവർക്കുള്ള ആവേശം സ്വന്തം ജീവിതം നന്നാക്കാൻ ഇവർ കാണിക്കാറില്ല. എല്ലാവരും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ മാത്രം കാത്തിരിക്കുമ്പോൾ സമൂഹത്തിൽ സ്നേഹവും സഹിഷ്ണുതയും ഇല്ലാതാവുകയും പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാൻ ആരും തയ്യാറാകാത്തതുകൊണ്ട് വ്യക്തിപരമായോ സാമൂഹികമായോ ഒരു പുരോഗതിയും ഇവിടെ ഉണ്ടാകുന്നില്ല. നിരന്തരം മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ മനസ്സ് എപ്പോഴും അസൂയയും വിദ്വേഷവും കൊണ്ട് നിറഞ്ഞതായിരിക്കും. അവർക്ക് ഒരിക്കലും യഥാർത്ഥത്തിലുള്ള ഒരു മനസമാധാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. മറ്റൊരാളെ വിമർശിക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ ഈ കാര്യത്തിൽ എത്രത്തോളം ശുദ്ധനാണ് എന്ന് സ്വയം മനസ്സിനോട് ചോദിക്കുക. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ച് ചിന്തിക്കാനും അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കുക. ഒപ്പം ആരെങ്കിലും നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അതിൽ പ്രകോപിതരാകാതെ അത് തിരുത്താനുള്ള മനസ്സ് കാണിക്കുകയും വേണം. മറ്റുള്ളവരുടെ കണ്ണിലെ കരടും പൊടിയും തിരഞ്ഞു നടക്കാൻ എളുപ്പമാണ്. അതിന് വലിയ യോഗ്യതയൊന്നും ആവശ്യമില്ല. എന്നാൽ സ്വന്തം കണ്ണിലെ വലിയ തടിയെ തിരിച്ചറിഞ്ഞ് അത് മാറ്റാൻ ശ്രമിക്കുന്നതിലാണ് ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വവും സംസ്കാരവും അടങ്ങിയിരിക്കുന്നത്.
വിരലുകൾ മറ്റുള്ളവർക്ക് നേരെ നീളുമ്പോൾ ബാക്കി 3 വിരലുകൾ നമുക്ക് നേരെ തന്നെയാണെന്ന പഴയ സത്യം മറക്കാതിരിക്കാം. നമുക്ക് ആദ്യം നമ്മളെ തന്നെ തിരുത്താം, എന്നിട്ടാകാം ലോകത്തെ നന്നാക്കുന്നത്. അതെ, നമ്മൾ ഓരോരുത്തരും നന്നാവുമ്പോൾ ലോകം നന്നായിക്കോളും എന്നുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.